ക്രിസ്മസ് കാലമായാലേ ക്രിസ്മസ് ട്രീയും പുൽക്കൂടൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അതൊന്നും ഉണ്ടാക്കി തീരുന്നവരെ ഒരു സമാധാനം ഉണ്ടാവില്ല. കുട്ടിക്കാലത്തൊക്കെ ഏട്ടന്മാരെ പിന്നാലെ അടക്കും, ഉണ്ടാക്കിക്കൊണ്ടാന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ പിന്നെ സ്വന്തം പോക്കറ്റിലെ പൈസയൊക്കെ എടുത്ത് മേടിച്ചിട്ട് ഉണ്ടാക്കുമ്പോഴാ പണ്ട് ഇപ്പം വെച്ച വാഴ ഇപ്പം കൊലയ്ക്കണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ വാശി പിടിച്ച് ഏട്ടന്മാരെ കൊണ്ട് എല്ലാതും ചെയ്യിപ്പിച്ചിരുന്ന എൻ്റെ കുരുത്തം കെട്ട സ്വഭാവത്തെ പറ്റി ചിന്തിക്കുന്നത്. ക്രിസ്മസ് ട്രീ മേക്കിങ്ങിലെ ഓൾഡ് സ്റ്റോറി പറയാണ്ട് പ്രസൻറ്റ് സ്റ്റോറി പറ രഞ്ജു എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ കുന്നുംകൊളുത്ത് പോയിട്ട് നമ്മൾ പോയി മേടിച്ചത്. കുറച്ചൊക്കെ പിഷ്കത്തരമുള്ള എൻ്റെ ഒരു മനസ്സിൽ ഇതൊക്കെ മേടിക്കുമ്പോൾ സന്തോഷം ഉണ്ടെങ്കിലും പൈസ പോവല്ലേ എന്നുള്ളൊരു സങ്കടം എവിടെയോ മുള പൊട്ടുന്നുണ്ടോ എന്നൊരു സംശയം. അങ്ങനെ വാങ്ങിച്ച സാധനങ്ങളൊക്കെ വാരിപ്പിറക്കി നമ്മൾ നാട് പിടിച്ചിട്ടാ. എന്തായാലേ ക്രിസ്മസ് ഒക്കെ ആവാനായില്ലേ, അപ്പൊ നമ്മൾക്കൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയാലോ. സാധാരണ ഞങ്ങൾ ക്രിസ്മസിന് പുൽക്കൂട് മാത്രമേ ഉണ്ടാക്കാറ്. ഈ പ്രാവശ്യം ഒന്ന് ക്രിസ്മസ് ട്രീ ഒക്കെ ആയിട്ട് അങ്ങോട്ട് അടിച്ചു പൊളിക്കാന്ന് കരുതി. ഇതിപ്പോ കയ്യിലൊരു ബക്കറ്റും ഈ കൊമ്പും കോലൊക്കെ പിടിച്ച് നിൽക്കണ എന്താന്ന് വെച്ചാലേ ഹോം മെയ്ഡ് ക്രിസ്മസ് ട്രീ ആട്ടാ നമ്മൾ ഉണ്ടാക്കാൻ പോണത്. റെഡിമെയ്ഡ് ഒക്കെ ഇഷ്ടംപോലെ കിട്ടാനുണ്ട്, പക്ഷെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോ അതൊരു സന്തോഷമാണ്. അപ്പൊ നമ്മൾക്ക് ഒരു ക്രിസ്മസ് ട്രീ അങ്ങോട്ട് സെറ്റ് ആക്കിയാലോ. എന്തായി തീരുന്നൊന്നും അറിയില്ല. ഞാൻ എന്ത് ചെയ്യാറിങ്ങിയാലും എൻ്റെ വാല് പോലെ കുറച്ച് കുട്ടിപ്പട്ടാളം എപ്പോഴും ഉണ്ടാവും. എനിക്ക് പിള്ളേരായിട്ട് കമ്പനി അടിച്ച് ചേർക്കാൻ എന്താ ഇഷ്ടം. പണ്ടൊക്കെ ക്രിസ്മസ് ആകുമ്പോൾ ആദ്യം ഞങ്ങൾ കുട്ടിപ്പട്ടാളം പ്ലാൻ ചെയ്യുക, ആരാണ് ഈ കൊല്ലത്തെ ക്രിസ്മസ് പാപ്പ എന്നാണ്. ക്രിസ്മസ് പാപ്പയെ കൊണ്ടുപോയാൽ ചില്ലറ പൈസ കയ്യിൽ കിട്ടുമല്ലോ. കുറച്ച് ദിവസം മിഠായി മേടിക്കാനുള്ള പോക്കറ്റ് മണി ഒപ്പിക്കാൻ അത് തന്നെ ഒരു അവസരം. അതാണ് ഞങ്ങൾക്ക് ക്രിസ്മസ് കാലത്തെ ഏറ്റവും വലിയ സന്തോഷം. പണ്ടൊക്കെ ക്രിസ്മസ് പാപ്പയെ കൊണ്ടുപോകുന്നൊക്കെ ആൺകുട്ടികളുടെ മാത്രം കുത്താവകാശമായിരുന്നല്ലോ. ബട്ട് ആൺകുട്ടികൾ ഇറങ്ങണേൻ്റെ മുന്നേ തന്നെ ഞാൻ അതിലേക്ക് ചാടി ഇറങ്ങും. അത് പിടിക്കാത്ത കുറേ നാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ. അതൊക്കെ ആരും മൈൻഡ് ചെയ്യാനാ. എനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ എനിക്കെൻ്റെ ഏട്ടന്മാർ കട്ടയ്ക്ക് കൂടെ ഉള്ളപ്പോൾ നാട്ടുകാരോടൊക്കെ നമ്മൾ ഷട്ടപ്പ് അങ്ങോട്ട് പറയും. അതൊക്കെ ഒരു കാലം. വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാണ്ട് മാലയൊക്കെ മേടിച്ചോണ്ട് മാല നമ്മൾക്ക് പണി തന്നിട്ടാ. നമ്മളെ മാല തീർന്നു പോയില്ലേ, അപ്പൊ നമ്മൾ വീണ്ടും പോയിട്ട് മാല വാങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് ബാക്കി ചെയ്യാം. വായോ. പിന്നെ എൻ്റെ ഒറ്റയ്ക്കുള്ള ക്രിസ്മസ് ട്രീനായിട്ടുള്ള ഈ അങ്കമെട്ട് കണ്ടപ്പോഴാണ് കൂട്ടം കൂടെ വന്നത്. ഞാനിതൊക്കെ ചെയ്യുമ്പോഴേ എനിക്ക് തന്നെ ഒരു സന്തോഷം കിട്ടും. ഞാൻ എപ്പോഴും എൻ്റെ സന്തോഷത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയാൽ ഞാൻ അപ്പം തന്നെ അത് ചെയ്യും. അതിനിപ്പോൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കാനൊന്നും നിൽക്കാണ്ട് നമ്മൾക്ക് സന്തോഷം കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്ത് സ്വയം ഒന്ന് സന്തോഷിക്കാനുള്ള ഒരവസരം നമ്മൾ വേസ്റ്റ് ആക്കരുത് കേട്ടാ. കുറെ ബോൾസും കുറെ മണി ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് അലങ്കാരപ്പണികൾ നടത്തിയിട്ട് വരാട്ടാ. ഇത് കിളിങ്ങില്ല, കിളിങ്ങാത്തോണെ അന്നുകള് നമ്മൾ വിചാരിച്ചതുപോലെ ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ കുറച്ച് ടാസ്കാ. നമുക്കിത് ഇവിടെ ഹാങ് ചെയ്തിട ഒന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യും? ഈ സേഫ്റ്റി പിൻ വെച്ചിട്ടേ നമുക്കിതിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പൊ ഓക്കെ ആവും. ഓക്കെ ബാ. അങ്ങനെ എൻ്റെ അതിബുദ്ധിപരമായ കണ്ടെത്തലിലൂടെ നമ്മൾ ബോൾസും മണികളും പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ പാപ്പേനെയാണ് കേട്ടോ. അങ്ങനെ കുറേ സമയത്തെ അശ്രാന്ത പരിശ്രമത്തിനൊടുവിൽ നമ്മളുടെ ക്രിസ്മസ് ട്രീ ഇവിടെ റെഡിയായി. അങ്ങനെ നമ്മളുടെ സഞ്ചരിക്കുന്ന ക്രിസ്മസ് ട്രീ നിങ്ങൾ കണ്ടോ സുഹൃത്തുക്കളെ? ഹോ എന്തൊരു സന്തോഷം. അപ്പൊ അങ്ങനെ മണിക്കൂറുകളുടെ കഷ്ടപ്പാടിന്റെ ഫലമായിട്ട് നമ്മൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഭയങ്കര ഒരു മനസ്സുഖം. നമ്മൾ എന്തെങ്കിലും വിചാരിച്ചിട്ട് അതിങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു മനസ്സുഖം ഉണ്ടല്ലോ. ഇനി നമുക്കേ രാത്രി ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഫുൾ സെറ്റപ്പിൽ ഒന്ന് കാണാം. അങ്ങനെ ലാസ്റ്റ് അവസാനം നമ്മൾ ലൈറ്റും കത്തിച്ച് ക്രിസ്മസ് ട്രീ സെറ്റ് ആക്കിയിട്ടാ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.